നമുക്ക് ഫാത്തിഹ തുടങ്ങാം അല്ലേ? നമുക്ക് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്നേത് വിഷയം ഉസ്താദേ? നമുക്ക് താരീഖ് തന്നെ ഫസ്റ്റ് നോക്കാം. നമ്മള് അന്ന് കുറച്ച് ഭാഗങ്ങൾ ചോദിച്ചില്ലേ, അതിന്റെ ബാക്കി നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കാം. താരീഖ് അപ്പോ വരക്കൽ മുല്ലക്കോയ ജനിച്ചത് ഏത് വർഷം? ഹിജ്റ 1840. എല്ലാവർക്കും അതന്നെ ഉത്തരം? അപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവിന്റെ പേര്? മുഹമ്മദ് ബിൻ അഹമ്മദ് ബാലവി. മുഹമ്മദ് ബിൻ അഹമ്മദ് ബാലവി. ബാലവി കുടുംബം ആരുടെ വംശപരമ്പരയാണ്? നബി സല്ലല്ലാഹു അലൈഹി കുടുംബ പരമ്പരയാണ് ബാലവി കുടുംബം. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവിന്റെ പേരെന്ത്? മുഹമ്മദ് ബിൻ അഹമ്മദ് ബാലവി. ഷിഹാബുദ്ദീൻ ശാലിയാത്തി അവരുടെ മുഫ്തിയായി നിയമിച്ചു ആര്? എവിടെ? ഹൈദരാബാദിലെ രാജാവ് ശാലിയാത്തിയുടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കുത്തുബ്ഖാന ഏതാ? ദാറുൽ ഇഫ്താഇൽ അസരിയയിൽ. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എത്ര വർഷം സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു? 20 വർഷം. 20 വർഷം. മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ മരണം എവിടെ വെച്ചായിരുന്നു? ചൊക്ലിയില്. മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായ കാലം ഏത്? 1963 വരെ. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽ പ്രധാനികൾ ആരെല്ലാം? അബൂബക്കർ മുസ്ലിയാർ, KK സദഖത്തുല്ലാഹി മുസ്ലിയാർ തുടങ്ങിയ. ശംസുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ കാലം ഏത്? 1996. ശംസുൽ ഉലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ? വരക്കൽ മക്കാമിൽ. വരക്കൽ മുല്ലക്കോയ സമീപത്തായി വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളും. വരക്കൽ മക്കാമിൽ. വരക്കൽ മക്കാം. അങ്ങനെയാണെങ്കിൽ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് എന്ന്? ഹിജ്റ 1925.
ജംഇയ്യത്തിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് നാമകരണം ചെയ്തത് എന്ന്? 1926. ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ദ്രോഹിക്കാൻ കാരണം എന്ത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ അതികഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ധാരാളം പേർ കൊല്ലപ്പെട്ടു, പലരും ജയിലിൽ അടക്കപ്പെട്ടു, നാട് കടത്തപ്പെട്ടു. അതിനാൽ മുസ്ലിങ്ങളുടെ ശക്തി ജയിച്ചവർ അനാഥരായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റ് ആര്? ബാലവി തങ്ങളായിരുന്നു പ്രസിഡന്റ്. സമസ്തയുടെ സ്ഥാപനകാല നേതാക്കളിൽ ചിലരായിരുന്നു അവർ. ആര്? ഉമർ ഖാദി തുടങ്ങിവെച്ച സ്വാതന്ത്ര്യ സമര ശൈലി ഏത്? നികുതി നിഷേധം മാത്രമല്ല, പ്രധാന സമരങ്ങൾ അദ്ദേഹം കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാരെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയും ഉണ്ടായി. ഇത് ക്രിസ്താബ്ദം 1019 ആരുടെ ശിഷ്യനായിരുന്നു ഉമർ ഖാദി? മമ്പുറം തങ്ങളുടെ. ഉമർ ഖാദിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? ഉമർ ഖാദി ജനിച്ചത് എന്ന്? 1179. ഉമർ ഖാദി വഫാത്തായത് എന്ന്? 1775. ഉമർ ഖാദിയുടെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? വെളിയങ്കോട് വലിയ ജുമാ മസ്ജിദിൽ. ഉമർ ഖാദിയുടെ രചനകള്? തുടങ്ങിയ കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കോഴിക്കോട് കാളിമ നേതൃത്വം നൽകിയിരുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 10-11 നൂറ്റാണ്ടിൽ. 10-11 നൂറ്റാണ്ടിലെ. ഖാദി മുഹമ്മദ് എന്നവർ വഫാത്തായത് ഏത് വർഷം? 1025. ഖാദി മുഹമ്മദ് എന്നവരുടെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് പള്ളിക്ക് സമീപം. ഖാദി മുഹമ്മദ് എന്നവരുടെ രചനകള്? മുഹീദ്ദീൻ മാലക്ക് പുറമെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ മമ്പുറം തങ്ങൾ ജനിച്ചത് എവിടെ? മമ്പുറം തങ്ങൾ ജനിച്ചത് ഏത് വർഷം? ഹിജ്റ 1166. തങ്ങളവറുകൾ ജനിച്ചത്. എത്രാം വയസ്സിലായിരുന്നു അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തിയത്? 17-ാം വയസ്സിലെ. കോഴിക്കോട്ട് താമസിച്ചിരുന്ന മമ്പുറം തങ്ങളുടെ അമ്മാവൻ ആരാണ്? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഷെയ്ഖ് ജിഫ്രി. മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ ആരെല്ലാം? റഹിമഹുല്ലാഹു തആല.
എന്നാൽ മമ്പുറത്ത് താമസിച്ചിരുന്ന മമ്പ്രന്തങ്ങളുടെ ഒരു അമ്മാവ് ഉണ്ടായിരുന്നല്ലോ, അതാരാ? ഹസൻ ജിഫ്രി. ഹസൻ ജിഫ്രി റളിയല്ലാഹു. മമ്പ്രന്തങ്ങളെ വിവാഹം ചെയ്തത് ആരെ? ഫാത്തിമ ബീവിയെ. മമ്പ്രന്തങ്ങൾ വഫാത്തായ വർഷം ഏതാ? 1260. മുഹറം 7-ാം തീയതി ഞായറാഴ്ച. ഫത്തുൽ മൊയ്നിൽ എന്ത് വിഷയത്തെ കുറിച്ചാ പറയുന്നത്? ഫിഖ്. അതായത് കർമ്മശാസ്ത്രം. കേരളത്തെ കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം ഏത്? തൂഫത്തുൽ മുജാഹിദീൻ. മഖ്ദൂം രണ്ടാമൻ ജനിച്ചത് എവിടെ? മാലിക്കടുത്ത് ചോമ്പാനിൽ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താ? മുഹമ്മദ് അസാലി. അദ്ദേഹത്തിന്റെ പിതാവ് കാളിയായിരുന്നു എവിടെ? വടക്കേ മലബാറിലെ കാളിയായിരുന്നു. മഖ്ദൂം രണ്ടാമന്റെ പ്രാഥമിക പഠനം എവിടെ വെച്ച്? പിതാവിൽ നിന്നും എന്നവരിൽ നിന്നും പ്രാഥമിക പഠനം പൂർത്തിയാക്കി. അദ്ദേഹം മക്കയിൽ എത്ര വർഷം പഠിച്ചു? 10 വർഷം. മഖ്ദൂം രണ്ടാമന്റെ പ്രധാന ഗുരുനാഥന്മാർ ആരെല്ലാം? ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജരി, ഹൈതമി, റിസുൽ അദീനി, മഖ്ദൂം രണ്ടാമൻ ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിച്ചത് ആരിൽ നിന്നാ? സൈനുൽ ആബിദീൻ അബൂബക്കർ മുഹമ്മദ് ബിൻ അബിൽ ഹുസൈൻ സ്വീകരിച്ചു. മഖ്ദൂം രണ്ടാമന് വഫാത്തായത് എന്ന് എവിടെ വെച്ച്? ചോമ്പാലി. ഹിജ്റ 993 ഖബറ്. മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ് ആര്? ഷെയ്ഖ് അലി ബിൻ അഹ്മദ് അൽ മഖ്ബരി. ഒന്നാം മഖ്ദൂമിന്റെ പേരെന്താ? സൈനുദ്ദീൻ അബൂ അബൂ യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹി. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിച്ചത് എന്ന് എവിടെ? ഹിജ്റ 1468 കൊച്ചിയിൽ ജനിച്ച സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. മഖ്ദൂം ഒന്നാമന്റെ പ്രാഥമിക പഠനം എവിടെയായിരുന്നു? പിതാവിന്റെ കീഴിൽ. പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ചത് ആര്? വലിയ പള്ളി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മഖ്ദൂം ഒന്നാമൻ അല്ലേ? മഖ്ദൂം ഒന്നാമൻ വഫാത്തായത് വർഷം ഏതാ? ഹിജ്റ 921 വഫാത്തായി. അദ്ദേഹത്തിന്റെ ഖബർ ഇവിടെ? മഖ്ദൂം ഒന്നാമന്റെ ഖബർ പള്ളിയുടെ മുമ്പിലാണ് ഖബർ. കേരളത്തിൽ ഇസ്ലാം അതിവേഗം വളരുവാൻ കാരണം എന്താ? ഒന്ന് ഇസ്ലാമിക ആദർശത്തിന്റെ പിന്നെ ഇസ്ലാമിക പഠിപ്പ്. ഇസ്ലാം മനുഷ്യനെ ആദ്യ കാലത്ത് കേരളത്തിൽ നിന്നിരുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു? മനുഷ്യരെ അവരുടെ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വിഭജിക്കുന്നത്. മറുപടി മാത്രമല്ല
മുസ്ലിങ്ങളെ അറിവും ബോധമുള്ളവരാക്കാൻ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഉലമാക്കൾ ദറസുകളും ഓത്തുപള്ളികളും സ്ഥാപിച്ചു. അതുകൊണ്ട് സാധിച്ചു. ചേരമാൻ പെരുമാളുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ ആരെല്ലാം? മാലിക് ബിൻ ദീനാർ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്. ചേരമാൻ മസ്ജിദ് സ്ഥാപിച്ചത് ആര്? മാലിക് ബിൻ ഹബീബ് ആദ്യമായി പള്ളിയിൽ സ്ഥാപിച്ചത് എവിടെ? ചാലിയം, ധർമ്മടം, ശ്രീകണ്ഠപുരം, പന്തലായനി, മാടായി തുടങ്ങിയ സ്ഥലങ്ങൾ പള്ളികൾ നിർമ്മിച്ചു. പുള്ളിയുള്ള അറബി ലിപി ഉപയോഗിക്കുവാൻ തുടങ്ങിയതെന്നാ? ഹിജ്റ 60-ന് ശേഷം. അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ആര്? മുഹമ്മദ് അലി. ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി. കുടുംബത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കണ്ണൂര്. ഇതുവരെ നമ്മൾ മിഞ്ഞാന്ന് ചർച്ച ചെയ്താണല്ലോ അല്ലേ, തുടക്കം മുതൽ. അപ്പൊ താരീഖ് നമ്മൾ ഏകദേശം ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മളൊരു വിഷയം നടത്തി അല്ലേ. അങ്ങനെ എന്താ വെച്ചാല് ചരിത്രം കുറെ കാണാൻ പഠിക്കാറുള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ പറയാന്നുള്ളതാണ് പ്രധാനം. പിന്നെയും ഇങ്ങനെ വായിച്ച് ആ പേരുകളും സ്ഥലങ്ങളെ പേരുകളും മഹാന്മാരുടെ പേരുകളും ഒക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഓർമ്മയിലുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ആവർത്തിച്ച് പറയാന്നുള്ളതിന്റെ ഭാഗം കൂടിയാണ് നമ്മളത് പിന്നെയും ഇങ്ങനെ എടുക്കാൻ കാരണം. ഇൻഷാ അല്ലാഹ് അപ്പൊ ആ മഹാന്മാരുടെ കർക്കജ വർക്കത്തോട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ താരീഖ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഓർമ്മ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഫിഖ്ഹിന്റെ ടെസ്റ്റ് ഒന്ന് എടുക്കേ. അതില് പിന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എല്ലാരും എടുത്തോ? ഒരു യോജിപ്പിക്കാന്നുള്ള ഒരു ഭാഗമുണ്ട്. ഫസ്റ്റ് അതില് ഹജ്ജിന്റെ ഫർളുകൾ എന്നുണ്ട്. ഇപ്പുറത്ത് 3, 6, 12, 8, 4. ഹജ്ജിന്റെ ഫർളുകൾ 6. അടുത്തത് സഈന്റെ ഷർത്തുകളാണ് 3, 12, 8, 4. 3 സഈന്റെ ഷർത്തുകൾ 3 അല്ലേ. അടുത്തത് തവാഫിന്റെ ഷർത്തുകൾ വന്നു. പിന്നെ 8 ഉണ്ട്, 12 ഉണ്ട്, 4 ഉണ്ട്. 12 ആണോ 8 ആണോ? 8. അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതെത്ര? അപ്പൊ യോജിപ്പിക്കില്ലാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. 12. എന്തായാലും ബുക്കൊന്നും നോക്കാതെ തന്നെ വേഗം കിട്ടുന്ന ഉത്തരം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളോ? നോമ്പ് മുറിയുന്ന കാര്യങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിലുള്ള ആൾക്കാർക്ക് വരെയൊക്കെ അറിയുന്ന ഉത്തരാണ്. നോമ്പുന്ന കാര്യങ്ങൾ എത്രയാണ്? അപ്പോ അത് ഇതിന്റെ മുമ്പത്തെ പഠിച്ചിരുന്നല്ലോ നമ്മള്. നോമ്പ് മുറി നമുക്ക് ആലോചിച്ചാലും കിട്ടും ഏതൊക്കെയാണെന്നൊക്കെ. നോമ്പ് മുറിയുന്ന കാര്യങ്ങള് അതുകൊണ്ടാണ് വായിക്കാതെ തന്നെ നമുക്ക് എന്തായാലും അറിയാലേ. 4 അല്ലേ. മറ്റേ ഹജ്ജിന്റെ തവാഫിന്റെ ഒക്കെ നമ്മളിപ്പോ ആദ്യമായിട്ട് പഠിക്കുകയാണ്. അത് കുറച്ച് മറ്റേ നമ്മള് ചെയ്യുന്ന കാര്യല്ലേ. ഇതിന് മുമ്പൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. 4 5 പഠിച്ചതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 അല്ലെ. ഏതൊക്കെയാണത്? നോമ്പ് ബുദ്ധിമുട്ടിക്കുന്ന രോഗം, യാത്ര, നോമ്പ് ബുദ്ധിമുട്ടിക്കുന്ന രോഗം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നോമ്പ് മുറിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ.
സംയോഗം ചെയ്യുക, സംയോഗം ഇന്ദ്രിയം ആ പുറപ്പെടുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, അതിൽ പുറപ്പെടുവിക്കുക. ഉള്ളിലേക്ക് കടക്കുക. തടിയുള്ള വല്ല വസ്തുവും അകത്തേക്ക് കടക്കുക. പ്രവേശിക്കുക. അതാണ് അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സില് പഠിച്ച കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. പിന്നെ ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങള്, അതിപ്പോ ഇനി ഇവിടെ പറയാനുള്ളത് 12 അല്ലേ? അപ്പൊ 12 ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങള് അല്ലെ? 12 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹജ്ജിന്റെ പാഠത്തിൽ പറയുന്നുണ്ടാവല്ലോ. ഇഹ്റാം കൊണ്ട് ഇഹ്റാം ചെയ്താ പിന്നെ ഹറാമായ കാര്യങ്ങൾ വികാരത്തോടു കൂടി ആ ബന്ധപ്പെടൽ, ആ നിക്കാഹ് ചെയ്യാൻ, ചെയ്തു വികാരത്തോടു കൊടുക്കൽ, കൂടി മനി പുറപ്പെടൽ, സുഗന്ധം ചെയ്യാൻ ഉപയോഗിക്കാൻ, തലമുടിയോ ചെയ്തു താടിമുടിയോ എണ്ണ കൊടുക്കൽ, തേക്കൽ, മുടിയോ നഖമോ നീക്കൽ, ആ പുരുഷൻ തലയിൽ പുഷ്പം മറക്കൽ, തലമുടിയോ തുന്നൽ കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷൻ ഉപയോഗിക്കൽ, ധരിക്കൽ, സ്ത്രീ മുടിയോ മുഖത്തു നഖമോ നിന്ന് അല്പം നീക്കൽ, മറക്കൽ, പുരുഷന് തലയിൽ സ്ത്രീ നിന്ന് കയ്യൊപ്പ് അല്പം ധരിക്കൽ, മറക്കൽ, തലയിലെ തിന്നപ്പെടുന്ന തുന്നൽ ജീവിയെ വേട്ടയാടൽ, കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷന് ധരിക്കൽ, സ്ത്രീ മുഖത്തിൽ നിന്ന് അല്പം മറക്കൽ, സ്ത്രീ കയ്യുറ ധരിക്കൽ, കരയിലെ തിന്നപ്പെടുന്ന ജീവിയെ വേട്ടയാടല്. അപ്പൊ 12 ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഇപ്പൊ ചിലപ്പോ മിക്കവാറും ഒരു 3 4 ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ എവിടെയും ചോദ്യത്തിലൊക്കെ 12 മുഴുവൻ ചോദിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ യോജിച്ച മീക്കാത്തുകൾ എടുത്ത് എഴുതാനാ പറഞ്ഞത്. ഇറാഖ്, ഇവിടെ ബ്രാക്കറ്റിൽ മക്ക എന്നുണ്ട്, ജുഹ്ഫ എന്നുണ്ട്, യലംലം എന്നുണ്ട്, കർണുൽ മനാസിൽ എന്നുണ്ട്, ദാത്തുൽ ഇർക്ക് എന്നുണ്ട്, ദാത്തുൽ ഹുലൈഫ എന്നുണ്ട്. ഇതിൽ ഇറാഖ്, ബസറ എന്നിവർക്ക് ഏതാണ് പിന്നെ മീക്കാത്ത് എന്ന് ചോദിക്കുന്നത്? ദാത്തുൽ ഹിർക്ക്. ദാത്തുൽ ഇർക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ മദീനക്കാർക്ക് ഏതാണ്? അങ്ങനെയാണെങ്കിൽ നജിദ്, ഹിജാസ് ആ ഭാഗത്തുള്ളവർക്കുള്ള മീക്കാത്ത് ഏതാണ്? കർണുൽ മനാസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് മീക്കാത്ത് ചോദിക്കുന്നത് മക്കയിലുള്ളവർക്ക് ഏതാ മീക്കാത്ത്? മക്ക തന്നെയാണ്. അവർക്ക് മക്ക തന്നെ. അങ്ങനെയാണെങ്കിൽ ഷാം, മിസ്ർ, മഗ്രിബ് എന്നിവർക്ക് യമൻ ഭാഗത്തുള്ളവർക്കോ? യലംലം. യലംലം അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് സമയവും ദിവസവും എഴുതുക. അടുത്ത ചോദ്യം, മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ടത് എപ്പോഴാണ്?
വലിയ പെരുന്നാൾ രാവ് പകുതിയായ വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം അല്പസമയം 3 ജംറകളിലും കല്ലെറിയേണ്ടത് ഏത് സമയത്താ? 3 ജംറകളിലും കല്ലെറിയേണ്ട സമയം അതിനു ശേഷം ഓരോ ദിവസവും ഉച്ചയ്ക്ക് അയ്യാമോ ശേഷം കല്ലെറിയാൻ 7 പ്രാവശ്യം അയ്യാമു തശ്രീഖിന്റെ ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളിലേക്കും തർത്തീബായി 7 പ്രാവശ്യം കല്ലുകൾ എറിയണം. അറഫയിൽ നിൽക്കൽ വാജിബായത് എപ്പോഴാ? ദുൽഹിജ്ജ 9-ന്. മിനയിൽ രാപ്പാർക്കൽ വാജിബായത് എപ്പോഴാ? വരാനില്ല. അയ്യാമു തശ്രീഖിന്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക. ജംറത്തുൽ അഖബയിൽ മാത്രം കല്ലെറിയേണ്ടത് എപ്പോഴാ? പറഞ്ഞാലോ? വലിയ പെരുന്നാൾ രാവ് പകുതിയായ മുതൽ വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം ജംറത്തുൽ അഖബയിലേക്ക് മാത്രം 7 പ്രാവശ്യം അയ്യാമു തശ്രീഖിന്റെ ഓരോ ദിവസവും. ഈ കുറച്ച് കാര്യങ്ങളുടെ വിധി എഴുതാനാ പറഞ്ഞു, ഹുക്കുമുകൾ എഴുതാൻ. അപ്പോ നടന്ന് തവാഫ് ചെയ്യൽ, അതിന്റെ വിധി എന്താ? വിധി ഏതാണെന്നറിയില്ല. ഇഹ്റാം ചെയ്ത സ്ത്രീ കയ്യുറ ധരിക്കൽ സുന്നത്ത്. ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങളിൽ ഉണ്ടല്ലോ, അപ്പൊ അത് ഹറാമാണ്. വിദാഇന്റെ തവാഫ് ചെയ്യൽ, വിദാഇന്റെ തവാഫ്, കുദൂമിന്റെ തവാഫ്. വിദാഇന്റെ തവാഫ് ലാസ്റ്റുള്ള തവാഫ് വാജിബാ? സുന്നത്ത്. വിദാഇന്റെ തവാഫ് സുന്നത്തല്ലേ ഉള്ളൂ അല്ലെ? അവസാനം അവിടുന്ന് മടങ്ങുമ്പോള്ള ഹജ്ജ് കഴിച്ചുള്ള സുന്നത്ത്. ഹറമിലെ മരം മുറിക്കൽ ഹറാമ്. തൽബീത്ത് ചൊല്ലൽ വാജിബ്. പൂരിപ്പിക്കാം. മൻ ഹജ്ജ ഡാഷ് ജഫാനി. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജ് ചെയ്ത് എന്നെ സന്ദർശിച്ചില്ലെങ്കിൽ അവനോട് ഞാൻ പിണങ്ങിയത് പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കും. അടുത്തത് അസ്സലാമു അലൈക ഡാഷ് വ ബറകാതുഹു. ഇത് സിമ്പിൾ. അസ്സലാമു അലൈക്കും. എവിടെ ചെല്ലുന്നതാ? നബിയോട് സലാം പറയല്. റൗദ ഷരീഫിൽ എത്തുമ്പോൾ നബിയോട് സലാം പറയണം അല്ലേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് എങ്ങനെ സലാം പറയണ്ടേ? അസ്സലാമു അലൈക്കും യാ ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻഹു സയ്യിദിന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ എന്ന് സലാം ചെല്ലണം. ഉമർ റളിയല്ലാഹുവിനോട് അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം ചെല്ലണം.
അടുത്ത പൂരിപ്പിക്കാൻ കുല്ലു അമലിബിന് ആദം ഡാഷ് അജിസി ബിഹി. കുല്ലു അമലിബിന് ആദം ഡാഷ് അജിസി ബിഹി. മനുഷ്യരുടെ എല്ലാ അമലുകളും എന്താകും? കുല്യ അമലി പിന്നെ കുല്യ അമലിബിന് ആദം ലഹു ഫല്യഹൂനി വഅന വാന അജിതി ബിഹില. ബിഹി. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? പിന്നെ അർത്ഥം എന്താ അറിയില്ല. ഇല്ല. ഇല്ല. കുല്യ അമലി ബിനി ആദം അതിന്റെ ശേഷം എന്താ പറഞ്ഞേ? കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാമ ഫഇന്നലി വാന അജ്സി ബിഹി. ആദം സംഗതികളുടെ നോമ്പല്ലാത്ത എല്ലാ അമലുകളും ആ, എല്ലാ അമലുകളും അവനുള്ളതാണ്, എനിക്ക് ഉള്ളതാണ്. അതിന് എന്നാൽ നോമ്പ് അത് എനിക്ക് ഉള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകുന്നതുമാണ്. അല്ലേ? قال صلى الله عليه وسلم وجعلت لنا الأرض داش وجعلت تربتها داش إذا لم نجد داش. വലിയൊരു ഹദീസാണ്. ഖാല സല്ലല്ലാഹു അലൈഹി എന്താണത്? വസല്ലം വജൂലത്തു ലനൽ അർളു കുല്ലഹാ മസ്ജിദൻ വജൂലത്തു തുർബത്തുഹാ ലനാ തഹൂറൻ വലം നജ്ദൽ മാ. തയമ്മുമിനെ പറ്റി അല്ലേ? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു തആല ഭൂമി മുഴുവൻ എന്താക്കി? നമുക്ക് ശുദ്ധീകരിച്ചു തന്നിരിക്കുന്നു. അല്ലെ? അവിടുത്തെ മണ്ണും അള്ളാഹു തആല നമുക്ക് ശുദ്ധിയാക്കി തന്നു. അവിടെ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാണ്? അത് ഉപയോഗിക്കാനാണ്. ഉത്തരം എഴുതാം. കിണറിൽ വെള്ളം മലിനമായാൽ എങ്ങനെ ശുദ്ധിയാക്കും? കിണറിൽ വെള്ളം മലിനമായാൽ അതിലേക്ക് 2 കൂടുതൽ വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് 2 കുല്ലത്ത് വെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കും. അതിലേക്ക് 2 കുല്ലത്തെ വെള്ളം ഒഴിച്ചാൽ അത് ശുദ്ധിയാവും. അല്ലേ? 2 കുല്ലത്തെ വെള്ളം പറഞ്ഞാൽ എത്ര? 200 ലിറ്റർ. 200 ലിറ്റർ. 200 ലിറ്റർ. അപ്പോ കിണറ്റില് 2 കുല്ലത്തിനേക്കാൾ കുറവ് വെള്ളമാണെങ്കിലോ? 2 കുല്ലത്ത് ആക്കണം. 2 കുല്ലത്തെ അതിലേക്ക് ഒഴിച്ചാക്കണം. ഒഴിച്ചാക്കണം. അല്ലേ? അങ്ങനെയാണെങ്കിൽ സക്കാത്ത് വാജിബാണ് ആർക്ക്? സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ്. സക്കാത്തിന്റെ നിയ്യത്ത് ചെയ്യണം എപ്പോൾ? എന്നാൽ സക്കാത്ത് നൽകുന്ന സമയത്ത് അത് സക്കാത്ത് നൽകുന്ന സമയത്ത് നീക്കി വെക്കുന്ന സമയത്തോ? അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്താണ്.
അഷ്ഹദു അല്ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ അഷ്ഹദു അന്ന മുഹമ്മദൻ അഷ്ഹദു അന്ന മുഹമ്മദൻ ലാ ഹൗല വലാ ഖുവത لا حول ولا قوة لا حول ولا قوة لا حول ولا قوة لا إله إلا الله الصلاة القائمة محمد വർസുഖ്നാ ശഫാഅത്ത് യൗമൽ ഖിയാമah. അങ്ങനെയാണെങ്കിൽ പിന്നെ സക്കാത്തിന്റെ നിയ്യത്ത് ചെയ്യണം എപ്പോൾ? അത് നൽകുന്ന സമയത്ത് ആകാശികൾക്ക് കൊടുക്കുന്നത് വാജിബാണ്. അതില്ലെങ്കിൽ നൽകുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കുന്ന സമയത്ത് അല്ലെ, മാറ്റി വെക്കുന്ന സമയത്ത് ചെയ്താലും മതി. അടുത്തത് വ്യക്തമാക്കാം. ബലി എന്ന് വെച്ചാൽ എന്താ? ഉദയത്തിന് മതിയാകുന്ന ഒരാളിനെ അറുക്കലാണ് ബലി. ഉദയത്തിന് മതിയാകുന്ന ആടിനെ അറുക്കലാണ് ബലി. അടുത്തത് ഇഫ്രാദ് പറഞ്ഞ എന്താ? ആദ്യം ഹജ്ജും പിന്നെ ഉംറയും. അടുത്തത് തയമ്മം എന്നാൽ എന്ത്? ചില രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മം. സൗം എന്നാൽ എന്ത്? ഇത്തിക്കാഫ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്തിക്കാഫ് ജോലി തടസ്സമാകുന്ന ന്യൂനകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കൽ. അല്ല, ഇത്തിക്കാഫ് നിസ്കാരത്തിന്റെ തുമനേക്കാൾ കൂടുതൽ സമയം പള്ളിയിൽ താമസിക്കലാണ്. ഇവിടെ വേർതിരിക്കാം. അർക്കാനുൽ ഹജ്ജും വാജിബാത്തുൽ ഹജ്ജും ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇഫാദത്തിന്റെ തവാഫ്, മിനയിൽ രാപ്പാർക്കൽ, സായി ചെയ്യൽ, ജംറകളിൽ കല്ലെറിയൽ, തർത്തീബ്, മീക്കാത്തിൽ നിന്ന് ഈറാൻ ചെയ്യൽ. ഇതിൽ ഏതൊക്കെയാണ് അർക്കാനുൽ ഹജ്ജ്, ഏതൊക്കെയാണ് വാജിബാത്തുൽ ഹജ്ജ് എന്നാണ് വേർതിരിക്കുന്നത്. ഇഫാദത്തിന്റെ തവാഫ് ഏതാ? അർക്കാനുൽ ഹജ്ജാണോ വാജിബാത്തുൽ ഹജ്ജാണോ? അതൊക്കെ നോക്കണം. അപ്പൊ മിനയിൽ രാപ്പാർക്കലോ? ഒരു ഉറപ്പില്ലല്ലേ? സായി ചെയ്യലോ? അർക്കാനുൽ ഹജ്ജ്
അർക്കാനിൽ വെച്ച് ചിലർക്കൊരു ഉറപ്പില്ല. എന്നാളൊരാള് പാടും വായിക്കുക അർക്കാനുൽ ഹജ്ജ് അധികം വായിച്ചപ്പോ ആർക്കാണ് ഹജ്ജ് എന്ന് വെച്ചാൽ അതേപോലെ ചിലവര് പറയുന്നത് അർക്കാനുൽ ഹജ്ജ് ആർക്കാണ് ഹജ്ജ് അർക്കാൻ ഹജ്ജ് ഉറപ്പ് തന്നെയാണല്ലോ അല്ലെ. ജംറകളിൽ കല്ലെറിയൽ തർത്തീബ് അർക്കാനിൽ വെച്ച് തർത്തീബ് അർക്കാനിൽ വെച്ച് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ വാജിബാത്തുൽ ഹജ്ജ് ഇഹ്റാം ചെയ്യാന്നുള്ളതോ അർക്കാനുൽ ഹജ്ജ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. യോജിപ്പിക്കാം. ഇവിടെ ഹറാമ് എന്നുണ്ട്, സൗമ് എന്നുണ്ട്, ഫക്കീർ എന്നുണ്ട്, വാജിബ് എന്നുണ്ട്, കുദൂമിന്റെ തവാഫ് എന്നുണ്ട്, ജുഹ്ഫ എന്നുണ്ട്, പിന്നെ വാജിബല്ല എന്നുണ്ട്, പിന്നെ സുന്നത്ത് എന്നുണ്ട്, മിസ്കീൻ എന്നുണ്ട്, കിറാൻ എന്നുണ്ട്, സക്കാത്ത് ഉണ്ട്. ഇതൊക്കെ ബ്രാക്കറ്റിലാണ്. ചോദ്യം എന്താന്ന് വെച്ചാല് മഗ്‌രിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീക്കാത്ത് ഏതാണ് അവിടെ ചോദിക്കണേ. ഹറാമ്, സൗമ്, ഫക്കീർ, വാജിബ്, ഇഫ്രാദ്, ഖുദൂമിന്റെ തവാഫ്, ജുഹ്ഫ, വാജിബില്ല, സുന്നത്ത്, മിസ്കീൻ, കിറാൻ, സക്കാത്ത്. ചോദ്യം ഒന്ന് അങ്ങനെ അവിടെ ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ ആകെ ജുഹ്ഫ എന്നുള്ളൂ. മീക്കാത്തിന്റെ പേരും ആകെ ജുഹ്ഫ എന്നുള്ളൂ. അപ്പം എന്തായാലും ആർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ്. ഹജ്ജിന്റെ സുന്നത്തിൽ പെട്ടതാണ് ഹറാമ്, സൗമ്, ഫക്കീർ, വാജിബ്, ഇഫ്രാദ്, ഖുദൂമിന്റെ തവാഫ്, വാജിബില്ല, സുന്നത്ത്, മിസ്കീൻ, കിറാൻ, സക്കാത്ത്. ഖുദൂമിന്റെ തവാഫ് ഖുദൂമിന്റെ തവാഫ് അല്ലെ. ഖുദൂമിന് നമ്മൾ നേരത്തെ വിദാഇന്റെ തവാഫ് പറഞ്ഞ പോലത്തെ വേറെ ഖുദൂമിന്റെ തവാഫ്. ചിലവിന്റെ 50% പരിഹരിക്കുന്നവർ ആദ്യം ഹജ്ജും പിന്നെ ഉംറയും നിർവഹിക്കൽ. അതിന്റെ പേരെന്താ? മുകളിലുണ്ട് അതിന്റെ പേര്. ഇഫ്രാദ്. ഹിജ്റ 2-ാം വർഷം ശഅബാൻ മാസം നിർബന്ധമാക്കപ്പെട്ടു. എന്താണ്? സൗമ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അയ്യാമു തശ്രീക്കിലെ നോമ്പ് അതിന്റെ വിധി എന്താ? അയ്യാമു തശ്രീക്ക് ഉറപ്പല്ലേ? പെരുന്നാൾ ദിവസം അല്ലെ, നമ്മളെ വലിയ പെരുന്നാളിന്റെ ദിവസങ്ങളാണ് അന്ന് നോമ്പ് വലിക്കല് ഹറാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉപയോഗിക്കൽ ഹലാലായ ആഭരണങ്ങളിൽ സക്കാത്ത് അതിന്റെ വിധി. ചോദ്യം മനസ്സിലായില്ല. ഉപയോഗിക്കൽ ഹലാലായ ആഭരണങ്ങളിൽ സക്കാത്ത് വാജിബില്ല. സാധാരണ ഉപയോഗിക്കണ ആഭരണം അല്ലെ, സാധാരണ ഉപയോഗിക്കണ ചെയിന്, പാൽസരം, അതിനൊന്നും എന്തില്ല, അതൊന്നും വാജിബില്ല. അതിനൊന്നും നമ്മൾ സക്കാത്ത് കൊടുക്കണ്ട. നമ്മളൊരു കൊല്ലം മുഴുവനായിട്ടും അതെടുക്കാതെ അല്ലെ, ചിലപ്പോ നമ്മളെ സൽക്കാരത്തിന്, കല്യാണത്തിനൊക്കെ ഇടക്കിടക്ക് എടുക്കും. അതല്ല, തീരെ എടുക്കാതെ
ഒരു കൊല്ലം മുഴുവനാൻ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. അടുത്തത് ശരി അടയാളപ്പെടുത്താം. തയമ്മുമിന്റെ ഫർളുകൾ 6, 4, 8. 6 ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ 11, 16, 10. 12. 11, 12, 10. 12 ഒട്ടകത്തിൽ സക്കാത്തിന്റെ കണക്ക് 5, 6, 30. 6 ഒട്ടകത്തിന്റെ സക്കാത്തിന്റെ കണക്ക് 6 ഒട്ടകം ഉണ്ടായാലാ കൊടുക്കണ്ടേ? 5 ഒരാള് അത് പറയുമ്പോ എല്ലാരും 6 എന്നുണ്ട് പറയാ അല്ലേ? 5 ഒട്ടകം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യണ്ടേ? എന്താ കൊടുക്കണ്ടേ? 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരാട്. ഒരാട് കൊടുക്കണം. മുത്തവസ്സിത്തായ നജസ് നായയുടെ രോമം, രക്തം, സുർക്ക, രക്തം. ഇഹ്റാമിലുള്ള പുരുഷന് ഹറാമാണ് വേട്ടയാടൽ, തലമറക്കൽ, കയ്യുറ ധരിക്കൽ. വേട്ടയാടല് ഇഹ്റാമിലുള്ള പുരുഷന് ഹറാമാണെന്നാണ്. അപ്പൊ തലമറക്കല് ഹറാമില്ല. ഓരോ നേർക്ക് മനസ്സിലാക്കണം. ഇഹ്റാം ചെയ്ത പുരുഷന് പ്രത്യേക ഹറാമുള്ളതാ പറഞ്ഞത്. അതെന്താ? തലമറക്കൽ. ഹജ്ജിന് ഇഹ്റാം ചെയ്യാവുന്ന കാലം ശവ്വാൽ, മുഹറം, റമളാൻ. ശവ്വാല്. അടുത്ത ആശയം എഴുതാം, അതായത് അർത്ഥം എഴുതാനാണ്. ലൈസാലൻ നിസാഇ ഹൽകുൻ ഇന്നമാലൻ നിസാഇ തക്സീറു. ഹജ്ജിന്റെ പാടത്ത് വലിയ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എഴുതാൻ കഴിയണം. തലയിൽ മുടിയില്ലാത്തവൻ എന്താ പറഞ്ഞേ? وجعلت لنا الأرض كلها مسجدا وجعلت تربتها لنا طهورا إذا لم نجد الماء. അതിനർത്ഥം നമ്മള് നേരത്തെ ആ പേപ്പറിലും ഉള്ളത് അല്ലെ, പൂരിപ്പിക്കാൻ ഇനി. അപ്പൊ അതിനർത്ഥം നമ്മൾ പറഞ്ഞിനി. ഇതൊന്നും ബുക്ക് മറിച്ചു നോക്കലിട്ടോ. അതൊക്കെ ബുക്ക് മറിക്കാതെ 18, 17 ദിവസമാണ് പരീക്ഷക്കുള്ളത്. കാര്യങ്ങൾ കണ്ടെത്തി ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലായോ? ഇതിനൊക്കെ നല്ല മാർക്കും ഉണ്ട്. 7 മാർക്ക്, 6 മാർക്കൊക്കെ. എന്താ അതിന്റെ അർത്ഥം? എന്താ അത് ആർക്കും അറിയില്ലേ? ജോയിലത്തിനെല്ലായിരുന്നു വായിക്കുമ്പോ അതിന്റെ അർത്ഥം അറിയാലോ. അർദ് പറഞ്ഞ ഭൂമി അല്ലെ. ജോയിലത്തിനെല്ലായിരുന്നു പുല്ലുഹാ മസ്ജിദൻ. സുജൂദ് ചെയ്യുന്ന സ്ഥലം ആക്കപ്പെടുകയും അതിലെ മണ്ണ് ശുദ്ധിയാക്കപ്പെടുകയും ചെയ്തോ വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ. വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ. മാഷാ അല്ലാഹ്. അടുത്തത് വിധി എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിധി എഴുതാം. തയമ്മുമിൽ 1-ാം അടിയിൽ മോതിരം ഊരൽ. അതിന്റെ വിധി എന്താ? വാജിബില്ലാന്നോ? അങ്ങനെ ഒരു വിധി ഉണ്ടാവില്ലല്ലോ. മോതിരം കോരി വെക്കൽ എന്താണ്? വാജിബാണ് അല്ലേ? ഇഹ്റാം അല്ലാത്തവർ ഹർമിൽ മരം മുറിക്കൽ.
ഹൈള് ഉള്ളവൾ നോമ്പ് നോൽക്കൽ. ഹറാമ് ഹറാം ശിക്ക് ദിവസം നോമ്പ് നോൽക്കൽ. സുന്നത്ത് ഷെക്കിന്റെ ദിവസം സംശയമുള്ള ദിവസം നോമ്പ് വലിക്കല് ഷാബാൻ 29 ഹറാമ് ഉത്തരം എഴുതാം. തയമ്മുമിൽ മുറിവിന്റെ മേൽ മറയുണ്ടായാൽ എന്ത് ചെയ്യണം? 5 മാർക്കാണ്. 5 മാർക്ക്. മാറാൻ പറ്റും എഴുതാൻ വയ്യാത്ത മറയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലൂടെ വെള്ളം കൊണ്ട് തടവണം. മുകളിലൂടെ വെള്ളം കൊണ്ട് തടവി തയമ്മും ചെയ്യണം. മുക്കല്ലഫല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? അവരുടെ സമ്പത്തിന്റെ രണ്ടാമതാണ്. എടുത്തു കൊടുക്കും. മുഹഫഫായ നജസ് എന്നുണ്ട്. പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സുള്ള മുഖഫഫായ നജസാണ്. പൂർത്തിയാക്കാം. മൻ ഹജ്ജ വലം യസുർനി. നേരത്തെ ചോദിച്ചല്ലേ? ഫഖദ് ജഫാനി. ഫഖദ് ജഫാനി. അസ്സൗമു ലി വഅന ഡാഷ്. അസ്സൗമു ലി ഡാഷ്. അതറിയില്ല. അസ്സൗമു ലി വഅന. അതൊക്കെ എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവല്ലോ. നോമ്പിന്റെ പാഠത്തിൽ എന്താ പറയാത്ത? ഇത് പൂരിപ്പിക്കാറില്ല. അസ്സൗമു ലി വഅന. യാ റബ്ബേ. അസ്സൗമു ലി വഅന കേൾക്കുന്നില്ലേ? ഇത് പൂരിപ്പിക്കാൻ അറിയില്ല. അസ്സൗമു ലി വഅന അജ്സി ബിഹി. ഇത്രേ ഉള്ളൂ. നോമ്പിന്റെ പാഠത്തുണ്ടാവുമല്ലോ. നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ തന്നെ നൽകും. അതൊക്കെ എന്തായാലും ഇതൊക്കെ മാസ്റ്റർ പീസ് ആട്ടോ. ഇതൊക്കെ എന്തായാലും കാണാൻ പഠിക്കണം. അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യമില്ലേ? ഇതൊക്കെ വീട്ടിലത്തെ ആൾക്കാർക്ക് വരെ വയറിൽ കേട്ട് അറിയുന്ന ഹദീസ് അർത്ഥമാണ്. ഉഹിബു ഇബാദി ഇലയ്യ ഡാഷ്. ഇതും നോമ്പ് അല്ലെ? നോമ്പിന്റെ അജ്ലവും ഫിത്ര. അജ്ലവും ഫിത്ര. എന്റെ അടിമകളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ വളരെ ഉളരിക്കൊണ്ടല്ലേ നോമ്പ് മുറിക്കലിനെ വളരെ നേരത്തെയാക്കുന്നവരാണ് എന്ന് വെച്ചിട്ട് നോമ്പ് മുറിക്കല് ഉച്ചക്കാക്കുന്നവരുന്ന അല്ല. വാങ്ങ് കൊടുത്താ പിന്നെന്ത് ചെയ്യാം? അടുത്ത നോമ്പറക്കാനുള്ള പരിപാടി അല്ലെ? ഈ ഹദീസ് പറഞ്ഞാണെങ്കിൽ ഉച്ചക്കാര് നോമ്പ് തുറക്കാൻ പോണ്ട. ഔഹിബു ഇബാദി ഇലയ്യ അജ്ലഹും എന്നാണ്. വാങ്ങ് കൊടുത്താ പിന്നെന്ത് ചെയ്യരുത്? പിന്നെ രാത്രി ആവട്ടെ നിൽക്കരുത്. അത് പാടില്ല. അത് കുറ്റകരമാണ്. അത് നല്ല കാര്യമല്ല. സുന്നത്തായ ഹജ്ജിനും ഉംറക്കും ഭർത്താവോ മഹറമോ ഇല്ലാതെ പോകൽ ഹറാം. ഹറാം. ലാ ശക്ക ഫീഹി ഹറാം. അതിലൊരു സംശയം വേണ്ട. അത് ഹറാമാണ്. ഡാഷ് കഅബയിൽപ്പെട്ടതാണ്. ഡാഷ് എന്തോ ഒരു സംഗതി കഅബയോട് ചേർന്ന് നിൽക്കുന്ന എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ. അത് കഅബയിൽപ്പെട്ടതാന്ന് പറയണ്ടല്ലോ. ഇബിലെ ഷാദർവാൻ അല്ലേ പറയണേ? കഅബയിൽപ്പെട്ടതാണെന്നല്ലേ? തവാഫ് ചെയ്യുന്നിടത്ത് പറയണ്ടല്ലോ. കഅബന്റെ ഏത് ഭാഗത്ത് നിന്ന് തവാഫ് ചെയ്യണം അല്ലെ? അതൊക്കെ അത് ഭാഗമൊക്കെ പറയണ്ടല്ലോ. കഅബനെ ഏത് ഭാഗത്താക്കണം, അപ്പൊ എവിടെ തുടങ്ങണം. അപ്പൊ അതില് അവിടെ പറയുന്നുണ്ട് യോജിച്ച സ്ഥാനത്ത് എഴുതാം. അതായത് മുഹറമാത്തുൽ ഇഹ്റാം എന്നുള്ളൊരു കള്ളിയുണ്ട്, ശുറൂത്തു തവാഫ് എന്നൊരു കള്ളിയുണ്ട്. ഇവിടെ ഇങ്ങനെ പറയുമ്പോ ഏത് കള്ളിയാ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വായിക്കുമല്ലോ.
ഒന്ന് മുഹറമാത്തുൽ ഇഹ്റാം ആട്ടോ ഒരു കള്ളി, മറ്റേ കള്ളി ഷുറൂത്തു തവാഫ്. കേട്ടില്ലേ? അപ്പൊ അവൻ പറയാം സുഗന്ധം ഉപയോഗിക്കൽ. അത് ഏത് കള്ളിയിലേതുണ്ട്? മുഹറമാത്തുൽ ഇഹ്റാം. മുഹറമാത്തുൽ ഇഹ്റാം അല്ലെ? കണ്ണും ചിമ്പി ചെയ്താൽ പറ്റും. ഔറത്ത് മറക്കൽ. മുഹറമാത്തുൽ ഇഹ്റാം. മുഹറമാത്ത്. അപ്പൊ ഔറത്ത് മറക്കാതെ ഒന്നും തവാഫ്. ഷുറൂത്തു തവാഫ് അല്ലേ? ജിമാ ചെയ്യൽ. മുഹറമാത്തുൽ ഇഹ്റാം. കഅബ ഇടത് ഭാഗത്താക്കൽ. തവാഫ്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ഷുറൂത്തു തവാഫ്. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. താടി മുടിയിൽ എണ്ണ തേക്കൽ. താടിയിലും മുടിയിലൊക്കെ എണ്ണ തേക്കൽ. മുടിയോ നഖമോ നീക്കൽ. മുഹറമാത്തുൽ ഇഹ്റാം. പള്ളിയിലും കഅബക്ക് പുറത്തും ഈ ആയിരിക്കൽ. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുടി നീക്കല്, എണ്ണ തേക്കൽ, അതൊക്കെ നമുക്ക് ഉറപ്പിക്കാം മുഹറമാത്തുൽ ഇഹ്റാമാണെന്ന്. മറ്റ് കർമ്മങ്ങളൊക്കെ ഷുറൂത്തു തവാഫ്. ഇതിനിങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ഇത്തരം ഒരു ചോദ്യം വരുമ്പോ കഅബ ഇടത് ഭാഗത്താക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഷുറൂത്തു തവാഫാണ്. മറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന അതൊക്കെ എന്താണ് മുഹറമാത്തുൽ ഇഹ്റാമാണുള്ളത്. അപ്പൊ മുഹറമാത്തുൽ ഇഹ്റാമ 12 കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഹജ്ജില് പ്രത്യേകം പറഞ്ഞ ആയത്തുകൾ ഹദീസ്, അതേപോലെ നോമ്പിന്റെ പ്രത്യേകം പറഞ്ഞ ആയത്ത് ഹദീസ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഫിഖിന്റെ ഒന്ന് രണ്ട് ചോദ്യത്തരം ചോദിക്കാം അല്ലെ? ആരെന്ത് പറയണ്ടോ? നാളെ നമുക്ക് ഫിഖ് തന്നെ നോക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ നല്ല രീതിയിൽ ഫിഖ് ഒക്കെ ഒന്നും കൂടി റിവിഷൻ നടത്തുക. നാളേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വൈസിൽ തന്നെ നാളെ നടത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ രസകരമായി പഠിക്കാനും വിളിക്കാനും പരീക്ഷ വളരെ എളുപ്പമായി എഴുതാനും നല്ല സന്തോഷമുള്ള റിസൾട്ട് നമുക്ക് അറിയാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل. السلام عليكم ورحمة الله. وعليكم السلام. وعليكم السلام. ബാഗ്